UDF വോട്ട് ചെയ്തില്ലെങ്കിൽ BJP വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു BJP ഭയം സൃഷ്ടിച്ചാണ് കാസർഗോഡ് UDF വിജയിക്കുന്നത് എന്നാണ് LDF കാലാകാലങ്ങളായി ആരോപിക്കുന്നത്. എന്നാൽ അതല്ല സത്യം. കാസർഗോഡ് ജില്ലയ്ക്ക് UDFും UDF സർക്കാരും നൽകിയ സംഭാവനകൾ ഒട്ടനവധിയാണ്. കെൽ ഇലക്ട്രിക് ആൻഡ് മെഷീൻ ലിമിറ്റഡ് കാസർഗോഡ് അനുവദിച്ചത് അഹമ്മദ് സാഹിബ് കേരള വ്യവസായ മന്ത്രിയായിരുന്ന സമയത്താണ്. PK കുഞ്ഞാലിക്കുട്ടി കേരള വ്യവസായ മന്ത്രിയായിരുന്ന സമയത്താണ് കിൻഫ്ര ഇവിടെ ആരംഭിച്ചത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കാസർഗോട്ടേക്ക് വന്നത് AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്താണ്. കൂടാതെ LBS എഞ്ചിനീയറിംഗ് കോളേജ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇവയൊക്കെ കൊണ്ടുവന്നതും ഇതിനൊക്കെ സമ്മർദ്ദം ചെലുത്തിയതുമൊക്കെ സംസ്ഥാനം ഭരിച്ചിരുന്ന UDF സർക്കാരാണ്. കാസർകോട്ടെ മുൻ MLA ആയിരുന്ന CT അഹമ്മദ് അലിയുടെ സമ്മർദ്ദം മൂലമാണ് LBS കോളേജ് ഇവിടെ സഫലമായത്. കൂടാതെ കാസർഗോഡ് മെഡിക്കൽ കോളേജ്, വലിയ ചർച്ചയാകുന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജ്, അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അതിന് തറക്കല്ലിട്ടതും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. പിന്നീട് കഴിഞ്ഞ 10 വർഷമായി LDFന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. കാസർഗോഡിനെ സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഒക്കെ വന്നത് NA നെല്ലിക്കുന്ന് സാഹിബിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ മൂലമാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ UDF കാലത്ത് കാസർഗോഡിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡിന്റെ വികസനത്തിനായി UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറേണ്ടതുണ്ട്. UDFന് വോട്ട് ചെയ്തില്ല എങ്കിൽ BJP വരും എന്നല്ല, UDFന് വോട്ട് ചെയ്താൽ ഇവിടെ വികസനം വരും എന്നുള്ളതാണ്